സൂറത്തുൽ ബഖറയിൽ നിന്ന് 281 ആയത്തിൻ്റെ ആമുഖത്തിൽ ഈ ആയത്ത് ചേർത്തി കൊടുക്കുക എന്ന് ആവശ്യപ്പെടുകയും പിന്നീട് ഖുർആൻ ഒരായത്ത് ഇറങ്ങിയിട്ടില്ല. ആ ആയത്ത് 23 വർഷക്കാലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ദീനി പ്രബോധനത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ്. അതിൻ്റെ കാതലായ ഭാഗമാണ് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക. ഏറ്റവും Z കാര്യങ്ങൾ തഖ്വയുടേതാണ്. പക്ഷേ ഖുർആനിൽ എന്നത് രണ്ട് സ്ഥലത്ത് മാത്രമാണ് അല്ലാഹു പറഞ്ഞത്. ഒന്ന് മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, അധ്യാപക വിദ്യാർത്ഥികൾ, രാജാവും പ്രജകളും, അങ്ങനെ തുടങ്ങിയ എല്ലാ സംരംഭങ്ങളും മുന്നോട്ട് പോകണമെങ്കിൽ വാപ്പ മക്കളുടെ ഇടയിൽ വിവേചനം കാണിച്ചാൽ ആ കുടുംബബന്ധം തകരും. മക്കൾക്ക് വാപ്പയെ എത്ര ശ്രമിച്ചാലും സ്നേഹം മനസ്സിൽ തകർന്നു പോകും. മഹല്ലത്ത് കമ്മിറ്റി എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയണം. ആരെയും വിവേചനം നടത്തരുത്. സുന്നത്ത് ജമാഅത്തിൻ്റെ മഹല്ലത്താണെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും ഒരുപോലെ കാണാൻ കഴിയണം. വിവേചനമുണ്ടാവരുത്. ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളെ വിവേചനത്തോടെ കണ്ടാൽ പിന്നെ ആ വിദ്യാർത്ഥികൾക്ക് അധ്യാപകനെ വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. അവിടെ സ്വാഭാവികമായും വിള്ളലുകളും പ്രയാസങ്ങളും മനുഷ്യ സഹജമാണ്. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും ജുമാഅയിൽ ഖതീബ് ഖുതുബ പരിസമാപ്തി കുറിക്കുമ്പോൾ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅ്ദുകും ലഅല്ലകും തദക്കറൂൻ. ആവർത്തിച്ച് ഇത് ഓതുന്നതിൻ്റെ കാരണം നീതി ചെറുതല്ല. വേദനത്തിന് അറബിയിൽ പറയും എന്ന് പറഞ്ഞാൽ അത് ഫൗത്ത് എന്നതിൽ നിന്ന് രണ്ട് മക്കളിൽ ഒരു മകളോട് പ്രത്യേക പരിഗണനയും മറ്റേ മകളോട് അവഗണനയും കാണിച്ചാൽ അവഗണന കാണിച്ച മകൾ ഫൗത്താകും, നഷ്ടപ്പെടും. പലപ്പോഴും പല കുടുംബങ്ങളിലും ആത്മഹത്യയും അതുപോലെ തന്നെ പലരും പല ദുസ്വഭാവങ്ങളും ശീലിക്കുന്നതിന് പ്രധാനമായ കാരണം കുടുംബങ്ങളിലുണ്ടാകുന്ന വേദനകളാണ്. എല്ലാ മക്കളും ഒരുപോലെ ആവണമെന്നില്ല. ഉദാഹരണത്തിന് 8 മക്കളുണ്ടെങ്കിൽ 2 മക്കളുടെ ഒരു മകൻ ഇഷ്ടംപോലെ വരുമാനം തരുന്ന മറ്റേ മകൾ വികലാംഗരായി ശാരീരിക മാനസിക വൈകല്യങ്ങളുണ്ടാകും. ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല, അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോഴും ആ മകനെ
വേറെ കണ്ണുകൊണ്ട് കാണരുത്. ഈ മകന് നൽകുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന നൽകേണ്ടത് അവർക്കാണ്. നിങ്ങളുടെ വീടുകൾ ചെന്നാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് 3 or 4 മക്കളുണ്ട്, അതിൽ കുറേ പേരമക്കളുണ്ട്. ഈ 3 or 4 വയസ്സായ കുട്ടികൾക്ക് അവരുടെ കാല് ചെറുതാണ്, 1 or 2 ഇഞ്ച് വലുപ്പമുള്ള കാലേ ഉണ്ടാവുള്ളൂ. അവർക്ക് നിങ്ങൾ ചെറിയ ചെരുപ്പ് വാങ്ങിക്കൊടുത്താൽ ആ കുട്ടികൾ ആ ചെരുപ്പല്ല ധരിക്കാറുള്ളത്, മറിച്ച് വലിയ ചെരുപ്പാണ് അവർ ധരിക്കുക, വാപ്പൻ്റെ ചെരുപ്പാണ് ധരിക്കുക, വലിയപ്പയുടെ ചെരുപ്പാണ് ധരിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ വേദനയോടുകൂടിയാണ്. കഴിഞ്ഞ നവംബർ 14 ശിശുദിനമായിരുന്നല്ലോ. നമ്മുടെ കൊച്ചു കേരളത്തിൽ 9 അച്ഛനമ്മമാർ മക്കളെ കൊന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഗുരുതരാവസ്ഥകൾ? പ്രധാന കാരണം ഭിന്നശേഷിക്കാരാകുമ്പോൾ അവരെ കാണിക്കുന്ന പരാക്രമങ്ങളും പ്രയാസങ്ങളുമാണ് വാപ്പ അതിലേക്ക് എത്തിച്ചത്. അതിനും കാരണം അവരുടെ സമകാലികർ, ചേട്ടാനുജന്മാർ സ്കൂളിലേക്ക് പോകുമ്പോൾ പെൻഷനും ബുക്കും എടുക്കുമ്പോൾ ഇവരെടുക്കും. അപ്പോൾ ബാപ്പ അവരോട് എടുക്കണ്ട, പോകണ്ട, നെഗറ്റീവ് മെസ്സേജ്. അപ്പോഴാണ് ഇവിടെ മനസ്സിനുള്ള പ്രയാസം. മരുന്നക്കാലം തുടങ്ങി 28 വർഷമായി ധാരാളം ഭിന്നശേഷിക്കാർ അവിടെ പഠിക്കുന്നു. ഞങ്ങൾക്കങ്ങനെ പ്രയാസമേ വന്നിട്ടില്ല. കാരണം ഞങ്ങൾ ആ കുട്ടികൾക്ക് നല്ല പരിഗണന നൽകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം. ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാ വിഷയത്തിലും വിവേചനങ്ങളില്ലാതെ, വേർതിരിവില്ലാതെ ഒറ്റക്കെട്ടായി കണ്ട് അവനാണ് യഥാർത്ഥ ലീഡർ, അവനാണ് യഥാർത്ഥ ഉപ്പ, അവനാണ് യഥാർത്ഥ അധ്യാപകൻ, അവനാണ് യഥാർത്ഥ നേതൃത്വം. രണ്ടാമത് ഖുർആൻ അല്ലാഹു തആല പറഞ്ഞത് വഅൻ തഅഫു അഖ്റബു ലിത്തഖ്വ. മനുഷ്യ സഹജമായി എന്തെങ്കിലുമൊക്കെ ചില്ലറ പ്രയാസങ്ങളും വിഷമങ്ങളും വന്നാൽ അത് വൃണമാക്കാതെ, അത് പ്രശ്നങ്ങളാക്കാതെ പരമാവധി അവിടെ നീതി ചെയ്യുക എന്ന് ചെയ്തില്ല എങ്കിൽ അതിന് മാപ്പ് കൽപ്പിക്കുക, മാപ്പ് നൽകുക. എന്തൊരു ഗ്രന്ഥമാണ് ഖുർആൻ! അഥവാ ഖുർആൻ ഏറ്റവും അവസാനത്തെ സൂറത്ത്, ഏറ്റവും അവസാനത്തെ വേർഡ് എല്ലാം ശ്രദ്ധയാണ്. 114 സൂറത്തിൽ ഏറ്റവും അവസാനത്തെ സൂറത്തുൽ നാസാണ്. മനുഷ്യർ, ഏറ്റവും അവസാനത്തെ പദം മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യർ. അപ്പോൾ മനുഷ്യരെയാണ് ഖുർആൻ പ്രമേയമാക്കി വെക്കുന്നത്. ഖുർആൻ ആദ്യത്തെ അക്ഷരം ബ ആണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും അവസാനത്തെ അക്ഷരം സീനാണ്. ആ ബാവും സീനും കൂട്ടിച്ചേർത്താൽ ബസ് എന്നാണ്. ബസ് എന്ന് പറഞ്ഞാൽ അത് തമ്മ വക്കത് കമൂല, എല്ലാം പൂർണ്ണമായിരിക്കും. ഈ 2 കാര്യം പരസ്പരം അങ്ങുമിങ്ങും ശ്രദ്ധിച്ചാൽ ഒരു കുടുംബത്തിലും പ്രശ്നം ഉണ്ടാകൂല, ഒരു നാട്ടിലും പ്രശ്നം ഉണ്ടാകൂല, ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടാകൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ കട്ടുജാഹ് വർക്കത്ത് കൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരാഫത്തിലും മുസീബത്തിലും പെടുത്തല്ല അല്ലാഹ്. ഔലിയാക്കൾ ആരിഫീങ്ങളെ സ്നേഹിച്ച് ഉറൂസ് നടത്തുന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം അവരുടെ ജീവിതം മാതൃകയാക്കുക. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പകർത്തുക എന്നുള്ളതാണ്. ഇതൊന്നും ജീവിതത്തിൽ പകർത്താതെ
ജീവൻ മാതൃകയാക്കാതെ നമ്മൾ ഉറൂസ് നടത്തുന്നതിൽ നമ്മൾ കുറേ ഭക്ഷണം ചെയ്യുന്നത് മാത്രം അവസാനിക്കുന്നതല്ല. ഉലായിക്കല്ലതിന് ഹദാഹുമുല്ലാഹ് ഫബിഹുദാഹും മുഖ്തദിഹ്. ഖുർആന്റെ പ്രഖ്യാപനം അല്ലാഹുവിനെ ആദരിച്ച ബഹുമാനിച്ച ഔലിയാക്കൾ അവരെ നിങ്ങൾ അനുധാവനം ചെയ്യുക, നിങ്ങളുടെ ജീവിതവും അവരുടെ ജീവിതവും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക, എന്നിട്ട് നിങ്ങൾക്കൊന്ന് നിങ്ങൾ മാർക്കിടുക, എന്നിട്ട് നിങ്ങൾ ഇനി എത്ര ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്, എത്ര മാത്രം ഞാൻ നന്നാവേണ്ടതുണ്ട്, ഈ കൊല്ലത്തെ ഉറൂസ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ വന്നു, എത്രമാത്രം ഞാൻ ഹറാമുകൾ ഒഴിവാക്കി, എത്രമാത്രം അള്ളാഹുവിലേക്ക് ഞാൻ അടുത്തു, ഇപ്പോൾ ഞാനും അള്ളാഹു തമ്മിലുള്ള സാമീപ്യം എത്രയാണ് എന്നൊക്കെ നടന്നു നോക്കി ജീവിതങ്ങൾ ചിട്ടപ്പെടുത്തി മെച്ചപ്പെടുത്തി നന്നാവുക. തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി